എല്ലാവർക്കും ശിഖാൻവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പൊ ദേ ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റിന്റെ റെസിപ്പിയാണ്. അപ്പൊ ഇത് നമ്മൾ മലപ്പുറംകാര് തയ്യാറാക്കുന്ന രീതിയിലാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്ലാണ്ട് വേറെ ഒരു പൊടികളും നമ്മളൊന്നും ചേർത്തിട്ടില്ല കേട്ടാ. എന്നിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ദേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാട്ടോ. അപ്പൊ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ 5 സവോള എടുത്തിട്ടുണ്ട് ട്ടോ. ഇതിലേക്ക് ഉണ്ടല്ലോ പിന്നെ എടുത്തിട്ടുള്ളത് കാന്താരി മുളകാണ്, അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ട്, പിന്നെ വെളുത്തുള്ളി ഉണ്ട്, മല്ലിയിലും കറിവേപ്പിലും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വളരെ നൈസായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കണം. അങ്ങനെ ദേ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾക്ക് ഇവിടെ അരിഞ്ഞ് മാറ്റി വെക്കാട്ടോ. ഇനി ഉണ്ടല്ലോ 4 എഗ് ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതോടെ ഒന്ന് റെഡി ആയി വരട്ടെ. അതുപോലെ തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതേ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, അതുപോലെ തന്നെ 2-3 കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പൊ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന ഒരു സമയത്താണ് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ട്ടാ. അപ്പൊ എപ്പോഴും പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പൊ ആദ്യം തന്നെ ദേ ഇതിലേക്ക് മുളക് പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം ട്ടാ. അപ്പൊ ആ എണ്ണയിൽ കിടന്ന് അതൊന്ന് മൂത്ത് റെഡിയായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ട്ടാ. അപ്പൊ അതേ സവാള ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വഴഞ്ഞു വരാൻ പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ട്ടാ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ അതേ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതില് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടാ. ആ സവാളയിലുള്ള വെള്ളത്തിൽ തന്നെയാണ് അത് ഇതേപോലെ നന്നായിട്ട് തന്നെ വഴഞ്ഞ് റെഡിയായി വന്നിട്ടുള്ളത് കേട്ടാ. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പൊ നമ്മളിത് ഇതേപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിനൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഈ തക്കാളി ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ ദേ ഇതിലും നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ആ തക്കാളി ദേ നന്നായിട്ട് തന്നെ ആ സവാളയായിട്ട് നന്നായി ഉടഞ്ഞ് റെഡിയായി വരും. അപ്പൊ ഈ ഒരു പരുവ ആയി കിട്ടണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടൈമിൽ ഇനി നമുക്ക് ഇതിലേക്ക് എഗ്ഗും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ അതേ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഇതേപോലെ ഒന്ന് പകുതിയാക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ട്ടാ. അങ്ങനെ നമ്മളിതേ 4 എഗ്ഗും ഇതേപോലെ പകുതിയാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഉണ്ടല്ലോ ആ മസാലയൊക്കെ എഗ്ഗിലൊന്ന് പിടിക്കാനായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ വളരെ സ്ലോവിലും ആണ് കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് മുട്ടയുടെ ഉണ്ണിയൊക്കെ പുറത്തേക്ക് വരും. ഇനി ഇത് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിനെ നമുക്ക് അടച്ചു വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടാ. അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണല്ലേ. മാത്രമല്ല നമ്മൾ ഇതിൽ എക്സ്ട്രാ പൊടികളും ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പൂരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത്ര ഈസി ആയിട്ട് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.